മുഖം മൂടിക്ക് പിന്നിലെ കാഴ്ചകൾ. ലോകത്തെവിടെയായാലും എന്തു പ്രവൃത്തിയിലൂടെയാണോ നാം ഓരോരുത്തരും മുന്നോട്ട് നീങ്ങുന്നത്, അപ്പോഴൊക്കെയും ഓരോ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നുപോയവരായിരിക്കും അധിക പേരും. അടിത്തറ മാറ്റങ്ങൾക്ക് വിധേയമാക്കി പ്രതിസന്ധികളെ തരണം ചെയ്തവർക്കെന്നും വിജയമുണ്ട്. എന്റെ വാണിജ്യ സൗഹൃദ വളർച്ചയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചതാണ് ഇന്തോനേഷ്യൻ ദിനങ്ങൾ. ചെറുകിട കച്ചവടക്കാർക്കൊരിക്കലും ആശയങ്ങൾക്ക് മരണമില്ലെന്ന യാഥാർത്ഥ്യത്തിന്റെ മധുരം ആവോളം നുകർന്ന ഇടവും. കുളിരേകി കടന്നു വന്ന മഞ്ഞിൽ മൂടിക്കെട്ടിയ 1999 ഒരു നവംബറിലാണ് ഇന്തോനേഷ്യയിലേക്കുള്ള യാദൃച്ഛിക യാത്ര. വടക്കൻ തായ്ലാന്റിലെ പർവ്വതനിരകളിലെ അതിസുന്ദര നഗരമായ ചെങ്മെയിലിലായിരുന്നു ഞാൻ. നിരവധി ക്രാഫ്റ്റ് യൂണിറ്റുകൾക്ക് രൂപം നൽകി പ്രാദേശികമായി ഒറ്റപ്പെട്ടുപോയ കലാകാരന്മാർക്ക് നിത്യത്തൊഴിൽ നൽകി ശാക്തീകരിച്ചുകൊണ്ടിരുന്ന കാലമാണത്. ഇതോടൊപ്പം തന്നെ തായ്ലാന്റിന്റെ വിവിധ ഇടങ്ങളിലും രൂപം നൽകിയ ക്രാഫ്റ്റ് യൂണിറ്റുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ദുബായിൽ നിന്നെത്തിയിട്ട് ഒരാഴ്ച പിന്നിട്ടിരുന്നു. ബിസിനസ് സംബന്ധമായി ചെങ്മയിൽ 2 ദിവസം തങ്ങേണ്ടി വന്നു. അന്നവിടെ സഞ്ചരിക്കാൻ സ്വന്തമായി വാഹനമില്ലാതിരുന്ന കാലമാണ്. യൂണിറ്റുകളിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം എന്റെ ക്രാഫ്റ്റ് യൂണിറ്റുകളിലെ തൊഴിലാളികൾക്കൊപ്പം ബാങ്കോക്കിലേക്ക് ലോക്കൽ ട്രക്കിലാണ് മടക്കം. ഏതൊരു രാജ്യത്തെത്തിപ്പെട്ടാലും അവിടുത്തെ പാരമ്പര്യ ഭക്ഷണം നുകരണമെന്നത് എന്റെ പ്രധാന ഇഷ്ടങ്ങളിലൊന്നാണ്. ആ ജനതയുടെ തനതു രുചിയും മണവും നിറവുമെല്ലാം അതിൽ അലിഞ്ഞു ചേർന്നിരിക്കും. കടൽ തീരത്തെ തട്ടുകടകളിലൊന്ന് എന്റെ കണ്ണിലുടക്കി. ഇന്തോനേഷ്യൻ ഭാഷയായ ബഹാസയിലാണ് തട്ടുകടയുടെ ബോർഡ്. തായ്ലാന്റിൽ ഇങ്ങനെയൊരു ബോർഡുമായി പ്രവർത്തിക്കുന്ന തട്ടുകടയോട് പ്രത്യേക ആകർഷണം തോന്നി. സ്ഫടികക്കുപ്പിയിൽ അടുക്കടുക്കായി വെച്ചിരിക്കുന്ന മീൻ ഉപയോഗിച്ചുണ്ടാക്കിയ തനി നാടൻ സോസും എന്നെ കടയിലേക്ക് ആകർഷിച്ചു. ഭാര്യയും ഭർത്താവും 2 മക്കളും അടങ്ങുന്ന കുടുംബമാണ് തട്ടുകട നടത്തുന്നത്. ഇന്തോനേഷ്യയുടെ നൂഡിൽസ് ആണ് സ്പെഷ്യൽ ഡിഷ്. പരമ്പരാഗത രുചിയിലുള്ള ഇന്തോനേഷ്യൻ നൂഡിൽസ് തന്നെ വേണമെന്നും ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. നീ മുസ്ലിമാണോ എന്നായിരുന്നു ഉടനെ വന്ന ചോദ്യം. ഹലാൽ ഫുഡ് എനിക്ക് നിർബന്ധമുണ്ടോ എന്നറിയാനായിരുന്നു തട്ടുകടക്കാരന്റെ ഭാര്യയുടെ ചോദ്യം. മുസ്ലിം തന്നെ, എന്നിരുന്നാലും 100% ഇന്തോനേഷ്യൻ ശൈലിയിലുള്ള നൂഡിൽസ് തന്നെ വേണമെന്ന് ഞാനും. തക്കാളിയും കാബേജും ചെറുതീയിൽ വേവിച്ച് ഫിഷ് ബോൾ 2ആയി മുറിച്ചായിരുന്നു പാചകം. അതുവരേക്കും മീനിന്റെ ഒരു മണവും അതിന് വന്നില്ല. ഫിഷ് ബോൾ പച്ചക്കറികളോട് ചേർത്താണ് നൂഡിൽസ് പാകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇളക്കിക്കൊണ്ടിരിക്കെ സ്ഫടികക്കുപ്പികളിൽ ഒന്നിൽ നിന്ന് സോസ് കുറേശ്ശെ ചട്ടിയിലേക്ക് പകർന്നു. ഒരേ ശൈലിയിലുള്ള ഭക്ഷണം മാത്രം കഴിച്ചു ശീലിച്ചവർക്ക് ഓക്കാനമുണ്ടാക്കുന്ന മീൻമണമാണ് ചട്ടിയിൽ നിന്ന് ഉയർന്നത്. ഇന്തോനേഷ്യൻ തീരത്ത് പ്രത്യേക സീസൺ സമയത്ത് ലഭ്യമാകുന്ന ചാളയ്ക്ക് സമാനമായ മത്സ്യത്തിൽ നിന്നാണ് സോസ് നിർമ്മിക്കുന്നത്. തിളപ്പിച്ച വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുന്ന മത്സ്യം തൊലി മാറ്റി വേർതിരിക്കും. ചെറിയ ഉരലിലിട്ട് ചതയ്ക്കുകയാണ് അടുത്ത പണി. ശേഷം വൃത്തിയുള്ള തുണിയിൽ കെട്ടി കുപ്പികളിലേക്ക് പിഴിയും. 100 കണക്കിന് കുപ്പികളിലാക്കി ചെറുവഞ്ചികൾ അടുക്കി വെച്ചതിന് ചുവട്ടിലുണ്ടാക്കുന്ന കുഴികളിലാണ് ഇവ സൂക്ഷിക്കുന്നത്. ഞണ്ടുകൾക്കും മണലിനടിയിലുണ്ടാകുന്ന മറ്റു ജീവികൾക്കും നശിപ്പിക്കാൻ സാധിക്കാത്ത വിധം ഭദ്രമായാണ് ഓരോ കുപ്പിയും കുഴിച്ചു മൂടുന്നത്. ശേഷം അടുത്ത മഴക്കാലവും വേനലും കഴിഞ്ഞാണ് ഇവ പുറത്തെടുക്കുക. മണ്ണിൽ നിന്നെടുത്ത കുപ്പിയിൽ നിന്ന് ഒരാൾക്ക് അടുക്കാൻ പറ്റാത്തത്രയും രീതിയിലുള്ള വാസനയാണ് ഉണ്ടാവുക. എന്നാൽ ഒരു മത്സ്യത്തിന്റെ ശരിയായ ഗന്ധം എന്താണോ അതാണത്രേ കുപ്പിയിൽ നിന്ന് ഉയരുന്നതെന്നാണ് ഇവരുടെ പക്ഷം. ഇത്തരത്തിലുള്ള വിഭവങ്ങൾ കഴിക്കാൻ ലഭിക്കുന്ന ഒരു ചാൻസും ഞാൻ പാഴാക്കാറില്ല. തൊഴിലാളികൾ എല്ലാവരും അവർക്കാവശ്യമുള്ളത് കഴിക്കുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തട്ടുകട സജീവമായി. പാകം ചെയ്യലും അവരവർക്കാവശ്യമുള്ളത് ഉണ്ടാക്കി കഴിക്കലുമെല്ലാമായി ബഹുരസം. പുതിയ പാചകരീതികൾ പഠിക്കൽ എനിക്കും ഹരമാണ്. അവരോടൊപ്പം ഞാനും കൂടി പാചകത്തിന്. അടുത്തൊന്നും ഇത്രയ്ക്ക് തിരക്ക് തട്ടുകടയിൽ ഉണ്ടായിട്ടില്ലെന്ന് ആ കുടുംബത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. പാചകത്തിനിടയ്ക്ക് ഞാൻ ആരെന്നും തായ്ലാന്റിൽ എന്തിനു വന്നെന്നുമെല്ലാം അവരുടെ ചോദ്യത്തിന് മറുപടി നൽകി. മത്സ്യഗന്ധം ചുറ്റും പരത്തി ഇന്തോനേഷ്യൻ നൂഡിൽസ് പാകമായിരിക്കുന്നു. കഴിക്കാനിരിക്കെ കടയുടമ തുക്കും ഷാഹിൻ സ്നേഹപൂർവ്വം എന്നോട് പറഞ്ഞു, വരൂ, നമുക്ക് വീട്ടിലിരുന്ന് കഴിക്കാം. ഇതും കൊണ്ടിനി അവരുടെ വീട്ടിൽ പോണോന്ന് ആശ്ചര്യപ്പെട്ടുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ മക്കൾ എന്നെ കൈപിടിച്ച് കടയുടെ പിറകിൽ കണ്ട ചെറിയ വാതിലിനടുത്തേക്ക് ആനയിച്ചു. അന്നേരമാണ് വീടിന്റെ ഒരു ഭാഗം തന്നെയാണ് കടയാക്കിയിരിക്കുന്നതെന്ന് എനിക്ക് ബോധ്യമായത്.
മുൻഭാഗത്ത് തട്ടുകടയും നടുക്കടുക്കളയും പിന്നിലായി താമസയിടവുമാണ്. ചെറുതെങ്കിലും സാധനങ്ങളെല്ലാം അടുക്കി വച്ചിരിക്കുന്ന മുറിയിൽ അവരോടൊപ്പം ഇരുന്ന് നൂഡിൽസ് ആസ്വദിക്കവെയാണ് ഇന്തോനേഷ്യൻ യാത്രയിലേക്കുള്ള പാത തുറന്ന ലംബക് എന്ന പ്രത്യേകതരം മാസ്ക് ഞാൻ അവിടെ കണ്ടത്. നിരവധി തവണ ദുബായിൽ വെച്ച് പല വിനോദസഞ്ചാരികളും എന്നോട് ഈ മാസ്ക് അന്വേഷിച്ചിരുന്നു. നിരവധി പേർ അന്വേഷിച്ചെത്തിയ ലംബക് മാസ്കിനെ കുറിച്ച് ഞാൻ കുറെ മുമ്പേ അന്വേഷണം നടത്തിയെങ്കിലും ഇതാദ്യമായാണ് നേരിൽ കാണുന്നത്. ചിത്രങ്ങളിൽ മാത്രം ഞാൻ കണ്ട പല വിധത്തിലുള്ള ലംബക് മാസ്ക് തുക്കും ഷാഹിന്റെ വീട്ടിൽ കണ്ട എനിക്ക് അവരോട് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആചാര മതപര ചടങ്ങുകളിലാണ് ഇത്തരത്തിലുള്ള മാസ്കുകൾ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. 100-ൽ പരം വിവിധ തരത്തിലുള്ള മുഖംമൂടികളാണ് ഇന്തോനേഷ്യയിൽ നിർമ്മിക്കുന്നത്. ഓരോ മാസ്കിന്റെ നിർമ്മാണ രീതിക്ക് പിന്നിലും പലവിധ ചരിത്രങ്ങളുണ്ട്. ബാലിയുടെ കിഴക്കൻ തീരത്തെ ലംബക് ദ്വീപിൽ നിന്നാണ് മാസ്കിന്റെ ഉത്ഭവം. അതുകൊണ്ട് തന്നെയാണ് മാസ്കിന് ലംബക് മാസ്ക് എന്ന നാമം ചാർത്തിക്കിട്ടിയതും. ആദിമ രീതിയിലുള്ള ഇതിന്റെ ആലങ്കാരിക രൂപം കണ്ടാലറിയാം ലംബക് മാസ്ക് നിർമ്മാണത്തിനു പിന്നിൽ എത്രത്തോളം പ്രയത്നമുണ്ടെന്ന്. ഓരോ മാസ്കിനും പ്രത്യേക അർത്ഥമുണ്ട്. പ്രത്യേക കാര്യങ്ങൾക്കുമാണ് ഓരോന്നും ഉപയോഗിക്കുന്നത്. നാനാതരം മൃഗങ്ങളുടെയും പക്ഷികളുടെയും മത്സ്യങ്ങളുടെയും ഉരഗങ്ങളുടെയും രൂപങ്ങളാണ് ഇതിൽ കൊത്തിവച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് പല്ലിയുടെ രൂപം കാർഷിക ഫലപുഷ്ടിയെയാണ് സൂചിപ്പിക്കുന്നത്. നെറ്റിയിലെ പ്രാവ് പ്രതിനിധാനം ചെയ്യുന്നത് സ്വാതന്ത്ര്യത്തെയാണ്. മത്സ്യം സമ്പൽ സമൃദ്ധിയെയും സൗഭാഗ്യത്തെയും സൂചിപ്പിക്കുന്നു. നന്മയും പ്രകാശവും വെളിവാക്കുന്നതാണ് ഉദയസൂര്യൻ. പ്രാകൃതവും ഹാസ്യാത്മകവുമായ ചില രൂപങ്ങൾ നാടോടി കഥകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നവയാണ്. ഇന്തോനേഷ്യൻ ദ്വീപുകൾ സന്ദർശിക്കുന്ന യാത്രികരുടെ എണ്ണം വർദ്ധിച്ചതോടെ കരകൗശല കലാമേഖലയിൽ ഉണർവുണ്ടായി. പരമ്പരാഗതവും ഗോത്രവർഗപരവുമായ മുഖംമൂടികൾ വിപണിയെ സമ്പന്നമാക്കി. സീഷെല്ലുകൾ ഒട്ടിച്ച് മരത്തടിയിൽ നിർമ്മിക്കുന്ന ലംബക് മാസ്കുകളുടെ നീളം പല വലിപ്പത്തിലാണ്. 10 അടി വരെ നീളമുള്ളതുമുണ്ട്. ഇന്തോനേഷ്യൻ നൂഡിൽസിനൊപ്പം ലംബക് മാസ്കിന് പിന്നിലെ കഥകളുടെ കിളിവാതിലും എനിക്ക് മുന്നിൽ അവർ തുറന്നിട്ടു. തങ്ങൾ ശരിക്കും ലംബക് ദ്വീപിൽ നിന്നുള്ളവരാണെന്ന സത്യവും ഇവർ വെളിവാക്കി. എന്തോ ഒരു ഉദ്വേഗജനകമായ ചലച്ചിത്രം കണ്ട പോലെയാണ് അവരുടെ കഥ ഞാൻ കേട്ടിരുന്നത്. വൈകുന്നേരം 3:30-ഓടെ ഒരു പാത്രം നൂഡിൽസുമായി തുടങ്ങിയ സംസാരം ഏറെ നീണ്ടു. നൂഡിൽസ് കഴിച്ചു തീർന്നെങ്കിലും ഇന്തോനേഷ്യൻ ക്രാഫ്റ്റുകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ സംസാരം തീർന്നില്ല. ഓരോ ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങളുടെയും പിന്നിലെ കഥകൾ തുക്കും ഷാഹിൻ എനിക്ക് വിവരിച്ചുകൊണ്ടേയിരുന്നു. തുക്കുമിന് ഈ മേഖലയിലുള്ള പരിജ്ഞാനം എന്നിലേറെ മതിപ്പുണ്ടാക്കി. ഇന്തോനേഷ്യയെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് 100 നാക്കായിരുന്നു. അപ്പോഴേക്കും മത്സ്യമാംസാദികൾ നിരത്തിയ രാത്രി ഭക്ഷണവും എനിക്കായി തയ്യാറാക്കിയിരുന്നു. ആ സമയമത്രയും എന്നോടൊപ്പമുള്ളവരും അവിടെ കൂടി. അത്താഴം കഴിഞ്ഞതിന് ശേഷവും ഞങ്ങളുടെ സംസാരം രാവേറെ നീണ്ടു. പുലർച്ചെയാണ് തുകുമിനോടും കുടുംബത്തോടും യാത്ര പറഞ്ഞ് ബാങ്കോക്കിലേക്ക് മടങ്ങുന്നത്. സംസാരം മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ ഇന്തോനേഷ്യൻ യാത്ര ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. എന്നോടൊപ്പം നിങ്ങളും വരണമെന്ന് ഞാൻ അവരോട് ആവശ്യപ്പെട്ടതും ഉമ്മ ആയിഷ തുക്കുമും മക്കളായ ലൈല സാറിയയും മുഹമ്മദ് ഹസനും ഉത്സാഹത്തോടെ ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞ് കൈ മുകളിലേക്ക് ഉയർത്തി. എന്തോ പ്രത്യേക സന്തോഷം എല്ലാവരുടെ മുഖത്തും എനിക്ക് കാണാനായി. കൂടെയുള്ള തൊഴിലാളികളെ മടക്കവഴിയിൽ ഓരോ സ്ഥലങ്ങളിൽ ഇറക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമായിരുന്നേൽ അവരുടെ സംസാരത്തിന് പിന്നെയും ചെവി കൊടുത്തേനെ. കച്ചവട സംബന്ധമായ ബാങ്കോക്കിലെ ജോലികൾ തീർത്ത് പിറ്റേന്നു തന്നെ അവിടുത്തെ ഇന്തോനേഷ്യൻ എംബസിയിൽ ചെന്ന് വിസ നടപടിക്രമങ്ങൾക്കുള്ള അപേക്ഷ നൽകി. ഇന്തോനേഷ്യൻ പരമ്പരാഗത കരകൗശല മേഖലയെയും ലംബക് മാസ്കുകളെക്കുറിച്ചും അടുത്തറിയാനുള്ള എന്റെ യാത്രോദ്ദേശ്യം എംബസി ഉദ്യോഗസ്ഥരെ ഞാൻ അറിയിച്ചു. തങ്ങളുടെ രാജ്യത്തിന്റെ പ്രധാന സാമ്പത്തിക സ്തംഭങ്ങളിലൊന്നായ മേഖലയിൽ വിവിധ ലോകരാജ്യങ്ങളിൽ സാന്നിധ്യമുള്ളയാളാണ് ഞാനെന്ന് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക താൽപ്പര്യം എന്നോടുണ്ടായി. ഇന്തോനേഷ്യക്കാരായ 4 അംഗ കുടുംബവും ഇതുമായി ബന്ധപ്പെട്ട് എന്നോടൊപ്പം പുറപ്പെടുന്നുണ്ടെന്നറിഞ്ഞ ഉദ്യോഗസ്ഥർക്ക് ഇരട്ടി സന്തോഷമായി. 3 ദിവസത്തിനുള്ളിൽ തന്നെ എന്റെ വിസ ലഭിച്ചു. എംബസി മുൻകൈയെടുത്ത് തന്നെ ഇന്തോനേഷ്യയുടെ ഗരുഡ എയർലൈൻസിൽ ഞങ്ങൾ എല്ലാവർക്കും യാത്രാ ടിക്കറ്റും റെഡിയാക്കി. ഓരോരുത്തർക്കും $70 മാത്രമാണ് ടിക്കറ്റ് നിരക്ക് ഈടാക്കിയത്. എംബസി വാഹനത്തിൽ തന്നെ ഇന്ന് സുവർണഭൂമി അന്താരാഷ്ട്ര വിമാനത്താവളമെന്നറിയപ്പെടുന്ന വിമാനത്താവളത്തിൽ എത്തിച്ചു. അവിടെ നിന്നാണ് ഇന്തോനേഷ്യയുടെ സാംസ്കാരിക സാമ്പത്തിക രാഷ്ട്രീയ കേന്ദ്രമായ ജക്കാർത്തയിലേക്ക് പറക്കുന്നത്. ആകാശപ്പറക്കലിൽ ഉടനീളം
തുകും ഷാഹിനും ആയിഷയും ഇന്തോനേഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ചും ഹാൻഡിക്രാഫ്റ്റ് നിർമ്മാണത്തെക്കുറിച്ചും ബിസിനസ്സിനെക്കുറിച്ചുമാണ് പറയുന്നത്. തുകുമിനെ ഇന്തോനേഷ്യയിലെ എന്റെ ഏജന്റാക്കാമെന്ന് ഞാൻ പറയുകയും അവരത് മഹാഭാഗ്യമായി കണ്ട് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. തായ്ലാന്റിൽ ചെറിയൊരു തട്ടുകട നടത്തി ഉപജീവനം നടത്തുന്ന അവർക്ക് സ്വന്തം നാട്ടിൽ തന്നെ ജോലി ചെയ്ത് ജീവിക്കണമെന്ന് അതിയായ ആഗ്രഹം മനസ്സിലുണ്ട്. സാഹചര്യങ്ങളാൽ കറങ്ങിത്തിരിഞ്ഞ് തട്ടുകടക്കാരാവേണ്ടി വന്നവരാണ്. പ്രണയത്തിന്റെ ദ്വീപ് എന്നറിയപ്പെടുന്ന ബാലിയിൽ നിന്നാണ് കോളേജ് പഠനകാലത്ത് തുകും ഷാഹിനും ആയിഷയും തമ്മിൽ കാണുന്നതും പ്രണയത്തിലാകുന്നതും. ബുദ്ധമതക്കാരനായ ഷാഹിനും ഇസ്ലാം മത വിശ്വാസിയായ ആയിഷയും വീട്ടുകാരുടെ എതിർപ്പ് വകവയ്ക്കാതെ വിവാഹിതരായി തായ്ലാന്റിലേക്ക് ഒളിച്ചോടുകയായിരുന്നു. തായ്ലാന്റിലെ തട്ടുകടയിൽ വെച്ച് ഇന്തോനേഷ്യൻ നൂഡിൽസ് ആവശ്യപ്പെട്ടപ്പോൾ, നീ മുസ്ലിമാണോ, ഹലാൽ ഫുഡ് തന്നെ വേണോ എന്ന ആയിഷയുടെ ചോദ്യത്തിന്റെ കാര്യം അതായിരുന്നു. ജക്കാർത്തയിൽ നിന്ന് ബാലിയിലേക്കാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് തെക്കുകിഴക്കൻ ഏഷ്യയിൽ നിന്നും ഓഷ്യാനിയയിൽ നിന്നും കടൽ കടന്നു വന്ന ആസ്ട്രോനേഷ്യൻ വിഭാഗങ്ങളായ ജനതയാണ് ബാലിക്കാർ. സാംസ്കാരികവും മതപരവുമായ പാരമ്പര്യങ്ങളുടെ വേരുകൾ ബാലിയിൽ ഇന്നും അതേപടി നിലനിൽക്കുന്നു. പാരമ്പര്യ കലകളും ശില്പചാരുതയും തുടിക്കുന്ന ബാലി ഇന്തോനേഷ്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. മലയാളികൾ ബാലിയെക്കുറിച്ച് അടുത്തറിയുന്നത് SK പൊറ്റക്കാട്ടിന്റെ ബാലി ദ്വീപ് എന്ന യാത്രാ വിവരണത്തിലൂടെയാണ്. 5-6 ദിവസം ഇന്തോനേഷ്യയിലെ വിവിധയിടങ്ങളിലെ കരകൗശല വിപണികളും സ്വന്തം വീടുകൾ കേന്ദ്രീകരിച്ച് നാനാവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കലാകാരന്മാരെയും ഷാഹിനും കുടുംബവും എനിക്ക് പരിചയപ്പെടുത്തി. ലംബക് മാസ്കുകൾ തേടിയായിരുന്നു ഞങ്ങളുടെ ചുറ്റിത്തിരിയലുകൾ അധികവും. കൈത്തൊഴിലിന്റെ കലവറ എന്നുകൂടി അറിയപ്പെടുന്ന ബാലിയിൽ ലംബക് മാസ്കുകൾ നിരനിരയായി കാണാനായി. നിരത്തുകളിലെ ചെറിയ കടകളിലെങ്ങും നാനാതരത്തിലുള്ള ശില്പങ്ങളും ക്രാഫ്റ്റ് ഐറ്റംസുകളും അടുക്കും ചിട്ടയുമില്ലാതെ ഇട്ടിരിക്കുന്നു. അവരവർ തന്നെ നിർമ്മിക്കുന്ന കരകൗശല ഉൽപ്പന്നങ്ങളുമായാണ് വിൽപ്പനക്കാരിയ്ക്കുന്നത്. കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനാവശ്യമായ ടൂൾസുകൾ, ഓർഗാനിക് കളറുകൾ, അസംസ്കൃത വസ്തുക്കൾ തുടങ്ങിയവയും വിൽപ്പനയ്ക്ക് വെച്ച കൂട്ടത്തിലുണ്ട്. കൂട്ടത്തിൽ ക്രാഫ്റ്റുകൾ നിർമ്മിക്കുന്നവരെ കച്ചവടക്കാർക്ക് പരിചയപ്പെടുത്തുന്ന ദല്ലാൾമാർ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ലേലത്തിലൂടെ മരത്തടികൾ ശേഖരിച്ച് വിൽക്കുന്നവർ, ക്രാഫ്റ്റ് മൊത്തക്കച്ചവടക്കാർ തുടങ്ങിയവരെയും തെരുവിന്റെ വിവിധയിടങ്ങളിൽ കാണാനായി. നിരവധി ടെന്റുകൾ കെട്ടിയുണ്ടാക്കിയ വലിയ ബസാറുകളും അവിടെ കാണാനായി. നാട്ടിലെ മത്സ്യച്ചന്തയെ അനുസ്മരിപ്പിക്കുമാറ് ഒരേ വലിപ്പത്തിലുള്ള ടേബിളുകൾ സെറ്റ് ചെയ്ത് അതിന് മുകളിലാണ് ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങൾ നിരത്തിയിരിക്കുന്നത്. ഓരോ ടേബിളിനും നിശ്ചിത വാടക ദിവസവും നൽകണം. ക്രാഫ്റ്റിന്റെ ആഴ്ചച്ചന്തകളും ബാലിയിലെങ്ങും സജീവമാണ്. കൊത്തുപണികളാൽ തീർത്ത ഫർണിച്ചറുകളും മിനുസമുള്ള കല്ലുകളിൽ തീർത്ത ക്രാഫ്റ്റുകളും കനം കുറഞ്ഞ മരത്തടികളിൽ തീർത്ത കളിപ്പാട്ടങ്ങളും കടൽത്തോടുകളാൽ നിർമ്മിച്ച അലങ്കാരമാലകൾ തുടങ്ങി ഉപയോഗശൂന്യമായ പല വസ്തുക്കളെയും രൂപമാറ്റം വരുത്തി ജീവിതമാർഗത്തിന് വഴി കണ്ടെത്തുന്ന ഒരു രാജ്യത്തെയും ജനതയെയുമാണ് ഞാൻ അവിടെ കണ്ടത്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്രാഫ്റ്റ് ബസാറിൽ കുടുംബസമേതം വന്ന് എന്തെങ്കിലും ഒരു ഉൽപ്പന്നം വാങ്ങാത്തവർ ചുരുക്കമാണ്. സാമ്പത്തികമായി മുന്നാക്കം നിൽക്കുന്നവർ അതൊരു അഭിമാനമായി കാണുന്നവരാണ്. സ്വന്തം രാജ്യത്തെ പാവപ്പെട്ട ക്രാഫ്റ്റ് തൊഴിലാളികളുടെ കരങ്ങൾക്ക് ശക്തിയേകൽ തങ്ങളുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണെന്ന പൊതുസംസ്കാരം അവിടെങ്ങും നിലനിൽക്കുന്നു. വീടുകളെയും ഓഫീസുകളെയും അലങ്കരിക്കാനും മറ്റിടങ്ങളിൽ നിന്ന് വരുന്ന അതിഥികൾക്ക് സമ്മാനമായി നൽകാനുമാണ് സാധനങ്ങളിൽ അധികവും വാങ്ങുന്നത്. തങ്ങളുടെ കഴിവിന്റെ മൂല്യം എന്താണെന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നില്ലെന്ന് അവരിൽ ചിലരോടുള്ള സംസാരത്തിലൂടെ എനിക്ക് മനസ്സിലായി. ഒരു തരത്തിൽ പറഞ്ഞാൽ കിട്ടുന്ന വിലയ്ക്ക് വിൽപ്പന നടത്തി നിത്യച്ചെലവ് കഴിക്കാമെന്ന കളങ്കമില്ലാത്ത അവരുടെ മനസ്സുമായിരിക്കാം. വർഷങ്ങൾക്ക് ശേഷമാണ് എന്നോടൊപ്പം തുകുമും ആയിഷയും മക്കളും ഇന്തോനേഷ്യയിലേക്ക് തിരിക്കുന്നത്. കാലങ്ങൾ പിന്നിടവേ വീട്ടുകാരുടെയും കുടുംബത്തിൽ നിന്നുമുള്ള എതിർപ്പും മാഞ്ഞുപോയിരുന്നു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആയിഷയോടൊപ്പം ഞാൻ അവരുടെ ലംബക്കിലുള്ള വീട്ടിലെത്തി. ആ വീടും വീട്ടുകാരും പരിസരവും കണ്ടപ്പോൾ എനിക്ക് ആദ്യം വന്ന ഭാവം ആശ്ചര്യമായിരുന്നു. പ്രണയിതരായി ഒളിച്ചോടി തട്ടുകട നടത്തി ഭർത്താവിനോടൊപ്പം സാധാരണ ജീവിതം നയിക്കുന്ന ആയിഷയുടെ കുടുംബ പശ്ചാത്തലം ഞാൻ ചിന്തിച്ചതിനും അപ്പുറത്താണ്. പിതാവ് സുൽത്താൻ ഹസൻ ഭരണരംഗത്ത് പ്രധാന ചുമതല വഹിക്കുന്നയാൾ. കൊട്ടാര സമാനമായ ആ വീടിനു മുന്നിൽ സഹായങ്ങൾ അഭ്യർത്ഥിക്കാനും പരാതി പരിഹാരത്തിനുമെത്തിയ സാധാരണക്കാരുടെ ഒരു കൂട്ടം. വീട്ടുവേലയ്ക്കായി നിരവധി ജോലിക്കാർ.
ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ബിസിനസ്മാനാണെന്നും കരകൗശല മേഖലയാണ് തന്റെ പ്രവർത്തന മണ്ഡലമെന്നും ആയിഷ പിതാവിന് വിശദീകരിച്ചു. ഒരു മുൻപരിചയവുമില്ലാത്ത എനിക്കന്ന് ആ വീട്ടിൽ അദ്ദേഹം നൽകിയ സ്വീകരണം അനിർവചനീയമാണ്. സുൽത്താൻ ഹസന്റെ 7 മക്കളിൽ 4-മത്തെയാളാണ് ആയിഷ. എന്റെ ആഗമനോദ്ദേശം കേട്ട സുൽത്താൻ ഹസൻ സന്തോഷാധിക്യത്താൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി. ഗവൺമെന്റ് ഓഫീഷ്യലുകളെ വിളിച്ചുവരുത്തി എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഏർപ്പാടാക്കി. സഞ്ചരിക്കാൻ അത്യാഡംബര വാഹനവും. തങ്ങളുടെ നാട്ടിൽ ഭൂരിഭാഗം പേരും ചെയ്യുന്ന തൊഴിലിനെയും കലാവിരുതിനെയും രാജ്യാതിർത്തി കടത്താൻ കെൽപ്പുള്ള അതിഥിയായി അവരെന്നെ കണ്ടു. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് ശക്തി പകരാനുള്ള തൊഴിൽ സാധ്യതകൾ എനിക്ക് തുറന്നിടാൻ കഴിയുമെന്ന വിശ്വാസം അവരെന്നിൽ അർപ്പിച്ചു. അപ്പോഴേക്കും സുൽത്താൻ ഹസന്റെ സഹായത്തോടെ ഞാൻ അവിടെ ഒരു യൂണിറ്റ് ആരംഭിച്ചിരുന്നു. തുകും ഷാഹിനെ യൂണിറ്റ് മാനേജറായി ഞാൻ ചുമതലയേൽപ്പിച്ചു. വൈകാതെ തന്നെ ജക്കാർത്തയിലേക്ക് എന്നെ സുൽത്താൻ ഹസൻ കൂട്ടിക്കൊണ്ടുപോവുകയും റൂറൽ ക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച ഒരുക്കിത്തരികയും ചെയ്തു. അന്നു രാത്രി അന്നത്തെ സുൽത്താന്റെ ഭരണത്തിന് കീഴിലെ ഭരണകക്ഷി പാർട്ടികളിലെ പീപ്പിൾ റെപ്രസെന്റേറ്റീവ് കൗൺസിൽ അംഗങ്ങളുമായി കൂടിക്കാഴ്ചയും ഡിന്നർ പാർട്ടിയും. വിവിധ ലോകരാജ്യങ്ങളിലെ ക്രാഫ്റ്റ് യൂണിറ്റുകളെയും ദുബായിലെ ആന്റിക് മ്യൂസിയത്തെക്കുറിച്ചും ആന്റിക് മ്യൂസിയത്തിന്റെ മാസ്റ്റർ പ്ലാനിനെക്കുറിച്ചും ഇന്തോനേഷ്യൻ ക്രാഫ്റ്റിന്റെ സാധ്യതകൾ സംബന്ധിച്ചും ഹരിത സമ്പദ് വ്യവസ്ഥയിലൂന്നിയ ബിസിനസ് കാഴ്ചപ്പാടുകളെക്കുറിച്ചും ഞാൻ അവരോട് വിശദീകരിച്ചു. നഗരത്തിലെ ഏറ്റവും മുന്തിയ ഹോട്ടലിലാണ് എനിക്ക് താമസ സൗകര്യം അവരേർപ്പാടാക്കിയത്. മുറിയിലെത്തി കുളിച്ച് ഫ്രഷായി ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിനിടെ UAE നമ്പറിൽ നിന്നും എന്റെ മൊബൈലിലേക്കൊരു കോൾ വരുന്നു. സമയം രാത്രി 2 മണിയോടടുത്തിരിക്കുന്നു. UAE സമയം രാത്രി 10 മണി. UAE നമ്പർ കണ്ട ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. അങ്ങേ തലക്കിൽ നിന്നും അസ്സലാമു അലൈക്കും, ദൈവത്തിന്റെ രക്ഷ നിന്റെ മേൽ ഉണ്ടാകട്ടെ എന്ന അഭിവാദ്യം. വ അലൈക്കുമുസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാതുഹു എന്ന് ഞാൻ മറുപടി നൽകി. മിസ്റ്റർ ഫാക്കി, നിങ്ങളെക്കുറിച്ച് ഗവൺമെന്റ് ഒഫീഷ്യലുകളിൽ നിന്ന് ഞാൻ ധാരാളം കേട്ടു. താങ്കളുടെ ആഗമനോദ്ദേശ്യം അത്യധികം സന്തോഷം നൽകുന്നതാണ്. വാണിജ്യ കാഴ്ചപ്പാടുകൾക്കൊപ്പം കരകൗശല മേഖലയുടെ ഉന്നമനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യം വെച്ചുള്ള താങ്കളുടെ പ്രവർത്തനം നാളെയുടെ ഭാവിക്ക് കൂടുതൽ പ്രതീക്ഷ പകരുന്നതാണ്. പുനരുപയോഗിക്കാവുന്ന മാലിന്യങ്ങൾ, സമുദ്രത്തിൽ നിന്നെടുക്കുന്ന മുത്തുകൾ, ഒഴിവാക്കുന്ന മരത്തടികൾ, വാഴയില, മുട്ടത്തോട്, പച്ചിലകളും കല്ലുകളും എന്നു വേണ്ട നിരവധി സാധനങ്ങളിൽ നിന്ന് വിവിധയിനം കരകൗശല ഉൽപ്പന്നങ്ങൾ വിരിയിച്ചെടുക്കാമെന്ന താങ്കളുടെ ആശയങ്ങൾ ഗ്രാമീണ ജനതയുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്താൻ ഉതകുന്നതാണ്. സംസാരിക്കുന്നത് ആരെന്നറിയാത്ത ആശങ്കയായിരുന്നു എന്നിൽ. അങ്ങേ തലക്കിൽ നിന്നാണെങ്കിൽ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഗവൺമെന്റ് സംബന്ധമായി നിങ്ങൾക്കെന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ഒരുക്കാമെന്നും സംസാരിക്കുന്നയാൾ. അതിശയത്തോടെ ഞാൻ അദ്ദേഹത്തിന്റെ സംസാരം കേട്ടിരിക്കുകയാണ്. പീപ്പിൾ റെപ്രസെന്റേറ്റീവ് കൗൺസിൽ അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഞാൻ അവതരിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് ഫോണിന്റെ മറുതലക്കിലുള്ളയാൾ ഇംഗ്ലീഷിൽ എന്നോട് സംസാരിക്കുന്നത്. വിനയത്തോടെ ഞാൻ ചോദിച്ചു, സർ, ക്ഷമിക്കണം, താങ്കൾ ആരാണ്? അങ്ങേ തലക്കിൽ നിന്ന്. താങ്കളുടെ ബിസിനസ് ആസ്ഥാനമായ UAEയിലെ ഇന്തോനേഷ്യൻ അംബാസഡറാണ് വാഹിദ് സുപ്രിയാദി. അബുദാബിയിലെ ഇന്തോനേഷ്യൻ എംബസിയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ചെറിയൊരു ഞെട്ടലോടൊപ്പം എന്നിൽ അത്യധികം സന്തോഷം നിറഞ്ഞ നിമിഷമായിരുന്നു അത്. പീപ്പിൾ റെപ്രസെന്റേറ്റീവ് കൗൺസിൽ അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ച ശബ്ദരേഖയാക്കി UAEയിലെ ഇന്തോനേഷ്യൻ എംബസിയിലേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അംബാസഡർ എന്നെ നേരിട്ട് വിളിക്കുന്നത്. മിസ്റ്റർ ഫാക്കി, താങ്കൾ ഇപ്പോൾ സുഖമായി ഉറങ്ങിക്കൊള്ളൂ. നാളെ രാവിലെയാകുമ്പോൾ താങ്കൾക്ക് വേണ്ടി ഞങ്ങൾ ഏർപ്പാടാക്കിയ ഗവൺമെന്റ് ഓഫീഷ്യലുകളും ഔദ്യോഗിക വാഹനവും ഹോട്ടലിന് മുന്നിലുണ്ടാകും. ഗുഡ് നൈറ്റ് പറഞ്ഞ് അംബാസഡർ കോള് കട്ട് ചെയ്തു. കടൽ വിഭവങ്ങൾ നിരത്തിയ രാത്രിയിലെ ഡിന്നർ പാർട്ടിയുടെയും ചർച്ചയുടെയുമെല്ലാം ക്ഷീണത്താൽ ഒട്ടും വൈകാതെ തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അതിരാവിലെ തന്നെ ഉറക്കമുണർന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് 6 മണിയോടെ തന്നെ റിസപ്ഷനിലെത്തി. ഗവൺമെന്റ് ഓഫീഷ്യലുകൾ ധാരാളമായി താമസിക്കുന്ന ഹോട്ടലാണത്. അതിനാൽ രാവിലെ 5 മണിക്ക് തന്നെ പ്രാതൽ നൽകി തുടങ്ങും. എനിക്ക് വേണ്ടി ചുവന്ന ബീക്കൺ ലൈറ്റ് വെച്ച ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ കാർ, മുന്നിലും പിന്നിലുമായി 2 വീതം മോട്ടോർ സൈക്കിളുകളിൽ
പോലീസ് അകമ്പടി. 2 ഗവൺമെന്റ് ഒഫീഷ്യലുകളും ക്രാഫ്റ്റ് ഡെവലപ്മെന്റ് ബോർഡിൽ നിന്നുള്ള 3 വനിതാ ഉദ്യോഗസ്ഥരും എന്നെ അഭിവാദ്യം ചെയ്തു. അംബാസഡർ വാഹിദ് സുപ്രിയാദി എനിക്ക് വേണ്ടി ഏർപ്പാടാക്കിയ സെക്രട്ടറിയും റിസപ്ഷനിൽ എന്നെ കാത്തു നിൽപ്പുണ്ട്. ആതിഥ്യ മര്യാദയിൽ എന്നെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു അവർ. ഉച്ചയ്ക്ക് 12 മണിയോടെ ദുബായിലെ ഇന്തോനേഷ്യൻ കോൺസുലേറ്റിലെ ലേബർ അറ്റാഷയുടെ കോൾ. ക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അധികം സ്റ്റാഫിനെ ആവശ്യമെങ്കിൽ ഏർപ്പാടാക്കാമെന്ന് അദ്ദേഹം. അരമണിക്കൂറിന് ശേഷം വീണ്ടും കോൾ. കോൺസുലേറ്റിലെ ട്രേഡ് കോൺസുലാർ. 3 മണിയോടെ ഇന്തോനേഷ്യൻ കോൺസുലർ ജനറലിന്റെ വിളിയും വന്നു. അംബാസഡർ വാഹിദ് സുപ്രിയാദിയാണെങ്കിൽ എന്ത് സഹായത്തിനും തയ്യാറായി മൊബൈലിൽ മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ ഏറ്റവും സുപ്രധാന വഴിത്തിരിവുകളിൽ ഒന്നാണിത്. ഇനി എത്ര ദിവസം കൂടി ഇന്തോനേഷ്യയിൽ ഉണ്ടാവുമെന്ന് അന്വേഷിച്ച് വാഹിദ് സുപ്രിയാദിയുടെ വിളിയും വന്നു. അതുവരെ നേരിൽ കണ്ടിട്ടില്ലെങ്കിലും 2 ദിവസത്തെ ഫോൺ സംഭാഷണത്തിലൂടെ തന്നെ ഞങ്ങൾ മനസ്സുകൊണ്ട് വളരെ അടുത്തിരുന്നു. വിനയപൂർവ്വം ഞാൻ മറുപടി നൽകി. യഥാർത്ഥത്തിൽ 10 ദിവസം മാത്രമാണ് ഇന്തോനേഷ്യൻ യാത്രയ്ക്ക് മാറ്റിവെച്ചത്. അതിൽ തന്നെ 8 ദിവസം പിന്നിട്ടിരിക്കുന്നു. അതിനു മുമ്പേ 10-14 ദിവസത്തോളം തായ്ലൻഡിൽ ചെലവഴിക്കുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ ദുബായിലേക്ക് തിരിക്കണമെന്ന് ഞാനും. പക്ഷെ അദ്ദേഹം വിടാനുള്ള ഭാവമുണ്ടായിരുന്നില്ല. ബാക്കി അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. താങ്കളിപ്പോൾ ഞങ്ങളുടെ അതിഥിയാണ്. 1 മാസം കൂടെ ഇവിടെ തങ്ങണമെന്നും താങ്കളുടെ സാന്നിധ്യം ഞങ്ങളുടെ രാജ്യത്തിനും കരകൗശല മേഖലയ്ക്കും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും അദ്ദേഹം. 2 ദിവസം കൊണ്ട് ഞാൻ UAE-യിൽ നിന്നും ഇന്തോനേഷ്യയിൽ എത്താമെന്നും നമുക്കൊന്നിച്ച് നിരവധി പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം നിർബന്ധിച്ചു. ഇന്തോനേഷ്യയുടെ വിവിധയിടങ്ങളിൽ ക്രാഫ്റ്റുമായും കോട്ടേജ് ഇൻഡസ്ട്രിയുമായും ബന്ധപ്പെട്ട് നിരവധി പ്രോഗ്രാമുകൾ വാഹിദ് സുപ്രിയാദിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അതിനാലാണ് ഒരുമിച്ച് പരിപാടികൾ അറ്റൻഡ് ചെയ്യേണ്ടുന്നതിന്റെ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മറുത്തൊന്നും പറയാനാകാത്ത ധർമ്മസങ്കടത്തിലായിരുന്നു ഞാൻ. എന്നിരുന്നാലും ഒരു 10 ദിവസത്തേക്ക് കൂടി നിൽക്കാമെന്ന് ഞാനും. ഈ ദിവസം കൊണ്ട് ബാലിയിൽ വാടകയ്ക്കെടുത്ത വെയർഹൌസിൽ ലംബക് മാസ്കുകളും വിവിധ ഷെല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച അലങ്കാര വസ്തുക്കളും ശേഖരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തുകും ഷാഹിനും ആയിഷയും ഇതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അംബാസഡർ വാഹിദ് സുപ്രിയാദി വരുന്നു. ചരിത്രവും ശാസ്ത്രവും രാഷ്ട്രീയവും തുടങ്ങി ഒട്ടുമിക്ക മേഖലയിലും കഴിവ് തെളിയിച്ച ഒരു കുറിയ മനുഷ്യൻ. അതിലൊക്കെ ഉപരി ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് മികച്ച മനുഷ്യസ്നേഹി, മതസൗഹാർദ്ദവും സാംസ്കാരിക തനിമയും കാത്തുസൂക്ഷിക്കുന്ന മാനവിക സ്നേഹി. അദ്ദേഹത്തിന്റെ മകന്റെ പേരാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. വിഷ്ണു മുഹമ്മദ്. ഇസ്ലാം മത വിശ്വാസിയായ വാഹിദ് സുപ്രിയാദിയുടെ മകൻ വിഷ്ണു. ഇന്തോനേഷ്യയിലെ മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് കുടുംബങ്ങളിൽപ്പെട്ട മുസ്ലിങ്ങൾ തങ്ങളുടെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും ഇണങ്ങുന്ന ഇന്തോനേഷ്യൻ ഹൈന്ദവ നാമങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം 2 കളിക്കൂട്ടുകാരുടെ പുനഃസമാഗമം പോലെയായിരുന്നു ഞങ്ങളുടെ കൂടിക്കാഴ്ച. പരസ്പരം പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാതെ ഉള്ളു തുറന്ന് ചിരിച്ച് ഒരുപാട് സംസാരിച്ചു. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ കുടുംബകാര്യങ്ങളും രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയുടെ വളർച്ചയും കൂടുതൽ നേട്ടങ്ങളിലേക്ക് എത്താനുള്ള വാണിജ്യ നീക്കുപോക്കുകളും ഇരു രാജ്യങ്ങൾക്കിടയിലെ കച്ചവട സാധ്യതയുമെല്ലാം വിഷയീഭവിച്ചു. അന്നുതന്നെ ആ ഹോട്ടലിൽ നിന്ന് ബാദുങ്കിലുള്ള മറ്റൊരു ഹോട്ടലിലേക്ക് എന്റെ താമസം മാറ്റി. വിനോദസഞ്ചാര സാംസ്കാരിക കേന്ദ്രങ്ങളിലെല്ലാം അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ബ്രൂണയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലും കളിമണ്ടാൻ, ബാംദൂങ്, ജാവ എന്നിവിടങ്ങളെല്ലാം ഏറെ ആസ്വാദ്യകരമായി. കേരളത്തിന് സമാനമാണ് ജാവയിലെയും ബാലിയിലെയും ഭൂപ്രകൃതി. ഭൂരിഭാഗവും നെൽപ്പാടങ്ങളും ചെറിയ കുന്നുകളും വാഴ, മരച്ചീനി കൃഷിയും ധാരാളമുണ്ട്. അതിഥി ദേവോ ഭവ എന്നതിന്റെ ശരിയായ രൂപം ഇന്തോനേഷ്യയിൽ നിന്നാണ് ഞാൻ അനുഭവിച്ചറിഞ്ഞത്. സന്തുഷ്ടിയുടെ അങ്ങേത്തലം വരെ അവരെനിക്ക് നൽകി. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ബാലിയെ ഹിന്ദു സംസ്കാരം സവിശേഷമായി സ്വാധീനിച്ചിട്ടുണ്ട്. വാഹിദ് സുപ്രിയാദിക്കൊപ്പം പങ്കെടുക്കേണ്ട പരിപാടികളുടെ ചാർട്ടും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ തയ്യാറാക്കി. എന്റെ താൽക്കാലിക സെക്രട്ടറി വിശദാംശങ്ങൾ എനിക്ക് നൽകിയിരുന്നു. 5 ദിവസത്തെ വിവിധ പ്രോഗ്രാമുകളുടെ വിശദമായ ചാർട്ടാണ് അവർ തയ്യാറാക്കിയത്. രാവിലെ തുടങ്ങുന്ന സെമിനാറുകളും ചർച്ചകളും ക്രാഫ്റ്റ് യൂണിറ്റുകളുടെ സന്ദർശനവുമെല്ലാം രാത്രി 11 മണിവരെ നീണ്ടു. വാഹിദ് സുപ്രിയാദിക്കൊപ്പം ഞാൻ പങ്കെടുത്ത ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് തല ചർച്ചകളിലും
നയതന്ത്ര ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചകളിലും എന്റെ നാടായ കേരളത്തിലെ ചെറു ഉത്സവത്തെ പ്രതീതിപ്പിക്കുന്ന വിധത്തിലുള്ള സ്വീകരണമായിരുന്നു എനിക്ക്. ചെണ്ടമേളവും പരമ്പരാഗത വേഷമണിഞ്ഞ് ദീപങ്ങൾ തെളിയിച്ച് ഇന്തോനേഷ്യൻ വനിതകളും നാടോടി നൃത്തരൂപങ്ങളുടെ അകമ്പടിയോടെ ആനയിക്കൽ. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തന്നെ തോന്നി. ഞാൻ അദ്ദേഹത്തോട് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെയും താങ്കൾ ഞങ്ങളുടെ സവിശേഷ അതിഥിയാണെന്ന മറുപടി തന്നെയാണ് അദ്ദേഹം നൽകുക. ഈ പരിപാടികളിലെല്ലാം അവിടുള്ള മറ്റു വാണിജ്യ പ്രമുഖരെയും സംരംഭകരെയും ക്ഷണിച്ചിരുന്നു. അവരുമായി എനിക്ക് കൂടിക്കാഴ്ച ഒരുക്കുകയും ഞങ്ങൾ പരസ്പരം പരിചയപ്പെടുകയും സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ സാധ്യതകൾ ആരായുകയും ചെയ്തു. എന്റെ വാണിജ്യ യാത്രയിലും വളർച്ചയിലും ഏറെ മാറ്റങ്ങൾ സൃഷ്ടിച്ചയാളാണ് വാഹിദ് സുപ്രിയാദി എന്ന കരുത്തനായ ഡിപ്ലോമാറ്റും എന്റെ ആത്മാർത്ഥ സുഹൃത്തും. എന്റെ ജീവിതശൈലിയിലും ഒട്ടേറെ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിനായി. എത്ര ക്ഷീണമുണ്ടെങ്കിലും രാത്രി കിടക്കാൻ സമയം ഒരു പുസ്തകത്തിന്റെ ഒരു താളെങ്കിലും വായിച്ചു തീർക്കണമെന്ന് അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. ഇന്നും അത് തുടരുന്നു. വർഷാവർഷം ആന്റിക് മ്യൂസിയത്തിലെ സ്റ്റാഫുകളെയും മറ്റതിഥികളെയും ചേർത്ത് നൂറുകണക്കിന് ആളുകൾക്കായി ദുബായ് അൽനാസർ ലഷർലാൻഡിൽ സംഗമം ഞാൻ സംഘടിപ്പിക്കുന്നു. ഞങ്ങൾ കണ്ടുമുട്ടിയതിന്റെ ശേഷം നടന്ന ആദ്യ സംഗമത്തിൽ അബുദാബിയിലെ ഇന്തോനേഷ്യൻ എംബസിയിൽ നിന്നുള്ള മുഴുവൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും കൂട്ടി അംബാസഡർ വാഹിദ് സുപ്രിയാദി ചടങ്ങിൽ പങ്കെടുത്തു. അവരുടെയെല്ലാം കുടുംബാംഗങ്ങളും എത്തി. 2 ബസ്സുകളിലായാണ് അവരെത്തിയത്. സംഗമത്തിനെത്തിയ മറ്റതിഥികൾക്കെല്ലാം അത് പുത്തൻ അനുഭവമായി. ഞങ്ങൾക്കിടയിലെ ബന്ധത്തിന്റെ ആഴം അത്രത്തോളം വളർന്നിരുന്നു. അപ്പോഴേക്കും ദുബായിലെ ഇന്തോനേഷ്യൻ കോൺസുലേറ്റിൽ നിന്ന് കോൺസുൽ ജനറലും മറ്റ് കോൺസുൽമാരും കുടുംബവും എത്തിയിരുന്നു. 6000-ഓളം പേർ പങ്കെടുത്ത ആ ചടങ്ങിൽ ഫാക്കി ഇന്ത്യ ചാരിറ്റി ഫൗണ്ടേഷന്റെ ഉദ്ഘാടനവും വാഹിദ് സുപ്രിയാദി നിർവഹിച്ചു. വനിതാ ശാക്തീകരണം ലക്ഷ്യം വെച്ച് കരകൗശല രംഗത്തേക്ക് കൂടുതൽ വനിതാ കലാകാരികളെ ആകർഷിക്കുകയും മികച്ച തൊഴിലന്തരീക്ഷം സൃഷ്ടിച്ചു നൽകാൻ കഴിഞ്ഞതിന്റെയും ഭാഗമായി ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ 3 പ്രമദുത്ത പുരസ്കാരങ്ങൾ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും സ്വീകരിക്കാനായി. അവാർഡുകളിലേക്കുള്ള വഴിയിലേക്ക് എന്നെ നയിച്ചതിൽ വാഹിദ് സുപ്രിയാദിക്കും മറ്റ് നയതന്ത്ര ഉദ്യോഗസ്ഥർക്കുമുള്ള പങ്ക് ചെറുതല്ല. മുൻ ഗവർണറും ഇന്തോനേഷ്യയുടെ പ്രസിഡന്റുമായ ജോക്കോ വിദോദയുമായും അഗാധ ബന്ധമുണ്ടായി. കലയോട് അങ്ങേയറ്റം പ്രണയം കാത്തുസൂക്ഷിക്കുന്നയാളും കൂടിയാണ് പ്രസിഡന്റ് ജോക്കോ വിദോദ. അദ്ദേഹം ജക്കാർത്തയുടെ ഗവർണറായിരിക്കെയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അതിവേഗം വളരുന്നത്. പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന ഗ്രാമത്തിൽ വളർന്ന അദ്ദേഹത്തിന് ക്രാഫ്റ്റ് ഫർണിച്ചർ ബിസിനസ് മേഖലകളിൽ വളരെ കഴിവുണ്ടായിരുന്നു. 12-ാം വയസ്സിൽ പിതാവിന്റെ ഫർണിച്ചർ വർക്ക്ഷോപ്പിൽ അദ്ദേഹം തൊഴിലാളിയായി. അദ്ദേഹത്തിന്റെ പല അനുഭവ സമ്പത്തുകളും ഞാനുമായി പങ്കുവയ്ക്കുകയും നിരവധി നേട്ടങ്ങളിലേക്ക് എത്തിപ്പെടാൻ അദ്ദേഹം എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇന്തോനേഷ്യയുടെ പെർമനന്റ് വിസയും എനിക്ക് ലഭിച്ചു. തങ്ങളുടെ രാജ്യത്തിന്റെ സാംസ്കാരിക, സാമ്പത്തിക, വാണിജ്യ, തൊഴിൽ രംഗത്ത് ആത്മാർത്ഥമായി പ്രവർത്തിച്ചു വരുന്ന ഒരു വിദേശ സംരംഭകന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അംഗീകാരമായാണ് ഞാൻ അതിനെ കാണുന്നത്. 3 വർഷത്തിനു ശേഷം വാഹിദ് സുപ്രിയാദി UAE അംബാസഡർ സ്ഥാനത്ത് നിന്ന് മാറുകയും വിവിധ രാജ്യങ്ങളിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. ഇന്നദ്ദേഹം റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലാണ്. വാഹിദ് സുപ്രിയാദിക്കൊപ്പം ഇന്തോനേഷ്യയിലും പുറത്തുമായി എണ്ണമറ്റ യാത്രകൾ ഞാൻ ചെയ്തു. അദ്ദേഹം ഇന്തോനേഷ്യയെ പ്രതിനിധീകരിച്ച് അംബാസഡറായി ദൗത്യം നിർവഹിച്ച രാജ്യങ്ങളിലെല്ലാം കൂടുതൽ വാണിജ്യ സംരംഭങ്ങൾ കെട്ടിപ്പടുക്കാനായി. UAE-യിൽ ഇന്തോനേഷ്യൻ അംബാസഡർമാർ മാറി മാറി വന്നു. ഇപ്പോഴുള്ള അംബാസഡർ ഹുസൈൻ ബാഗിസ് എന്റെ കുടുംബ സുഹൃത്തു കൂടിയാണ്. നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ മക്കൾ പുതിയ ബിസിനസ് ആശയങ്ങൾ പഠിക്കാനും പ്രോജക്റ്റ് തയ്യാറാക്കാനുമായി ദുബായിൽ പറന്നിറങ്ങി ആന്റിക് മ്യൂസിയത്തിലെത്തി. ഫാക്കി ഗ്രൂപ്പിന്റേതായി 173-ലധികം യൂണിറ്റുകൾ ഇന്ന് ഇന്തോനേഷ്യയിൽ പ്രവർത്തിക്കുന്നു. വനിതകളെ ശാക്തീകരിച്ച് തൊഴിൽ നൽകാൻ ഇന്തോനേഷ്യയിൽ വെറും $2 2 മലകൾ 99 വർഷത്തേക്ക് ലീസിന് ലഭിച്ചു. ചുവപ്പ് നിറത്താൽ നിറഞ്ഞു നിൽക്കുന്ന കളിമൺ മലകളാണവ. ഈ മലകളിൽ നിന്നെടുക്കുന്ന മണ്ണാണ് കളിമൺ പാത്രങ്ങളായി രൂപം മാറുന്നത്. ഒപ്പം ഫ്ലവർ വേസുകൾ, കുപ്പികൾ, ഭരണികൾ, പ്രതിമകൾ തുടങ്ങി 100 കണക്കിന് ഉൽപ്പന്നങ്ങളും. കടലിൽ നിന്ന് ഷെല്ലുകളും മറ്റും ശേഖരിക്കാനുള്ള ലൈസൻസ് ജാവയിലെ ഗവർണർ സൗജന്യമായി നൽകി. നിരവധി ഇന്തോനേഷ്യൻ ഒഫീഷ്യൽസുകൾ
ദുബായിലെ ആന്റിക് മ്യൂസിയം സന്ദർശിച്ചു. ഇതിൽ 11-ലധികം ഗവർണർമാരും ഉൾപ്പെടും. പകുതിയിലധികം യൂണിറ്റുകളും 100% പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വ്യത്യസ്ത പ്രോഡക്റ്റുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഇതിൽ ഓരോന്നും ഓരോ സീസൺ സമയത്ത് ലഭിക്കുന്ന റോ മെറ്റീരിയലുകളാലാണ് നിർമ്മിച്ചെടുക്കുന്നത്. ഉപയോഗശേഷം ഉപേക്ഷിക്കുന്ന കാട്ടുതടികൾ, തുകൽ, കയർ, കളിമണ്ണ്, കല്ലുകളും എല്ലുകളും, മുള, വേരുകൾ, ഇലകളും പൂക്കളും, കടലിൽ നിന്നുള്ള വിവിധ തോടുകൾ തുടങ്ങി നിരവധിയാണ് അസംസ്കൃത വസ്തുക്കൾ. മണ്ണിലും മരത്തിലും കല്ലിലും ചെളിയിലുമെല്ലാം ആർട്ടിന്റെയും ക്രാഫ്റ്റിന്റെയും സാന്നിധ്യമുണ്ടെന്നത് വലിയ സത്യമാണ്. മുട്ടത്തോടുകൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് കണക്കില്ല. ഭൂമിയെ ചൂഷണം ചെയ്യാതെ പ്രകൃതി സമ്പത്ത് ഉപയോഗപ്പെടുത്തി നാളത്തെ തലമുറയ്ക്കും ഭൂമിയെ കോട്ടം തട്ടാതെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന ലക്ഷ്യബോധമാണ് വാണിജ്യ വളർച്ചയുടെ മറ്റൊരാധാരം. മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് ഉൾപ്പെടെ കുടുംബത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉതകും വിധം വിധവകൾ, ഭിന്നശേഷിയുള്ളവർ, അങ്ങേയറ്റത്തെ ദരിദ്ര പശ്ചാത്തലത്തിലുള്ളവർ തുടങ്ങിയവർക്കെല്ലാം ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലൂടെ സുസ്ഥിര വരുമാനം നേടിക്കൊടുക്കാനാകുന്നു. 18,351-ലധികം വ്യത്യസ്ത ഇന്തോനേഷ്യൻ ഉൽപ്പന്നങ്ങളാണ് ഇന്ന് ദുബായ് ആന്റിക് മ്യൂസിയത്തിലൂടെ ലോക വിപണിയിലേക്ക് എത്തിക്കുന്നത്. അതിസമ്പന്നമായ കരകൗശല പാരമ്പര്യമുണ്ടായിട്ടും എൻ്റെ ഇന്തോനേഷ്യൻ സന്ദർശനത്തിന്റെ തുടക്കത്തിൽ അതിസങ്കീർണതയിലൂടെയാണ് ഭൂരിഭാഗം കലാകാരന്മാരും കടന്നുപോയിരുന്നത്. മികച്ച രീതിയിൽ അവർക്കൊരു തൊഴിലിടം സൃഷ്ടിച്ചു നൽകിയതോടൊപ്പം വലിയ രീതിയിലുള്ള ചൂഷണത്തിൽ നിന്ന് കലാകാരന്മാരെ രക്ഷിച്ചെടുക്കാൻ സാധിച്ചുവെന്നതിൽ ഞാൻ ഏറെ അഭിമാനിതനാണ്. ചിട്ടയായ പ്രവർത്തന രീതിയിലൂടെയാണ് വൺ വില്ലേജ് വൺ പ്രോഡക്റ്റ് എന്ന ലക്ഷ്യം ഇന്തോനേഷ്യയിൽ പൂർത്തീകരിച്ചത്. അസംഘടിതരായ തൊഴിലാളികളും ഋതുഭേദങ്ങൾക്കനുസരിച്ച് ലഭ്യമാകേണ്ട അസംസ്കൃത വസ്തുക്കളും പരമ്പരാഗത കച്ചവട നയവുമെല്ലാം വലിയ വെല്ലുവിളി തന്നെയായിരുന്നു ഇന്തോനേഷ്യയിൽ. ഭരണകൂടത്തിന്റെ അകമഴിഞ്ഞ പിന്തുണയും തൊഴിലാളികൾക്ക് കലയോടുള്ള പ്രണയവും ഇതിനെ തരണം ചെയ്യാനായി സഹായിച്ചു. അസംഘടിത മേഖലയെ ഒന്നിച്ചു നിർത്താൻ ആന്റിക് മ്യൂസിയത്തിന്റെ മഹാസാധ്യതകളുടെ വാതിലുകളും തുറന്നിട്ടു. ഇന്തോനേഷ്യയുടെ വിവിധ കോണുകളിൽ സംഘടിപ്പിച്ച എക്സിബിഷനുകൾ, ക്രാഫ്റ്റ് സെമിനാറുകൾ, ശില്പശാലകൾ തുടങ്ങിയ പരിപാടികളിൽ മോട്ടിവേഷണൽ സ്പീക്കറായും മുഖ്യപ്രഭാഷകനായും ഞാൻ പങ്കെടുത്തു. ഭൂരിഭാഗം ചടങ്ങുകളിലും 200-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ 5000-ലധികം പേർ സംബന്ധിച്ചു. പാരമ്പര്യവും കലയും സംസ്കാരവുമാണ് ഓരോ കലാകാരന്റെയും സർഗാത്മക കഴിവിന് പിന്നിലെ മാസ്മരിക വിദ്യയെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചത് നേട്ടങ്ങളുടെ കൊടുമുടി കീഴടക്കാൻ സഹായിച്ചു. കോട്ടേജ് ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് നൽകുന്ന വലിയ പിന്തുണയോടൊപ്പം തന്നെ വഴിവാണിഭക്കാരുടെയും ചെറുകിട വ്യവസായ സംരംഭകരുടെയും ഉന്നമനത്തിനു വരെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ എണ്ണയിട്ട യന്ത്രം പോലെ സദാ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭരണകൂടം. വലിയ പ്രത്യേകത എന്തെന്നാൽ ഓരോ ഉദ്യോഗസ്ഥനും ഔദ്യോഗിക പദവിയുടെ വലിപ്പ ചെറുപ്പമില്ലാതെ പൗരന്മാർക്കും സംരംഭകർക്കും വേണ്ടി സദാ സേവന സന്നദ്ധരായി കർമ്മരംഗത്ത് ഊർജ്ജസ്വലരായി പ്രവർത്തിക്കുന്നു. എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും ഓരോ സാധാരണക്കാർക്കും ജീവിക്കാനുള്ള വ്യവസ്ഥിതി ഭരണകൂടം കെട്ടിപ്പടുത്തിട്ടുണ്ട്. ഓരോ വെല്ലുവിളികളെയും എങ്ങനെ തരണം ചെയ്യണമെന്ന് ഹോംവർക്ക് ചെയ്ത് പഠിച്ചിട്ടുണ്ട് ഇവർ. ഒരു ഫോർ ദ പീപ്പിൾ സർക്കാരിനെയാണ് എനിക്കവിടെ കാണാൻ കഴിഞ്ഞത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കരുത്തോടെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലിന് കോട്ടം തട്ടാതെ പിടിച്ചു നിൽക്കാൻ ഈ രാജ്യത്തിന് കഴിയുന്നതും.